രാജന്മാരുടെ പിന്തിരിപ്പിന് പാളിപ്പൊളിഞ്ഞ സമരത്തിന് പഞ്ചായത്തിലായിക്കോട്ടെ, വില്ലേജിലായിക്കോട്ടെ, താലൂക്ക് ഓഫീസിലായിക്കോട്ടെ, സപ്ലൈ ഓഫീസിലായിക്കോട്ടെ, ഈ 321 ഉത്തരവുകളിലൂടെ കേരളത്തിനകത്ത് സാധാരണക്കാർക്ക് ലഭിക്കേണ്ടുന്ന സേവനങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ സുതാര്യമായി നടപ്പിലാക്കാൻ വേണ്ടി ജനസമ്പർക്ക പരിപാടിയിലൂടെ മുഖ്യമന്ത്രി മുന്നോട്ട് വന്നു. ഈ രീതിയിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഈ ഗവൺസിലൂടെ കേരളത്തിലെ 9 ജില്ലകൾ പൂർണ്ണമായും ഈ ഗവൺസിന്റെ കീഴിൽ വന്നിരിക്കുന്നു. അവർക്ക് വില്ലേജ് ഓഫീസിൽ പോയി പൊസിഷൻ സർട്ടിഫിക്കറ്റിന്, കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്, അവർക്ക് ആവശ്യമായ സോൾവൻസി സർട്ടിഫിക്കറ്റുകൾ താലൂക്ക് ഓഫീസിൽ കയറി ഇറങ്ങി മടുക്കുന്നവർ, അങ്ങനെ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട നിരവധിയാർന്ന സേവനങ്ങൾ എല്ലാം ഈ സംവിധാനത്തിലൂടെ കേരളത്തിൽ 9 ജില്ല, നമ്മുടെ കാസർഗോഡ് ജില്ലയടക്കം 9 ജില്ലയിൽ ഈ ഗവൺസ് പൂർത്തീകരിച്ചിരിക്കുന്നു. കൊലയാളി 8 ജയരാജന്മാരും പിണറായി, ഇവർ നരേന്ദ്രമോദിക്കും തുണയായി നാട്ടിൽ അറുകൊലയേറെ പതിവാക്കി. ൂരിനെ കൊന്ന കൊലയാളി 8 ജയരാജന്മാരും പിണറായി, ഇവർ നരേന്ദ്രമോദിക്കും തുണയായി നാട്ടിൽ അറുകൊലയേറെ പതിവാക്കി. മാപ്പതരില്ല ജയരാജന്മാർക്ക്, മറുപടി പറയൂ ചെങ്കൊടിക്കാരെ. മാപ്പതരില്ല ജയരാജന്മാർക്ക്, മറുപടി പറയൂ ചെങ്കൊടിക്കാരെ. രാഷ്ട്രീയ എതിരാളികളെ വകവരുത്തുന്നൊരു പിണറായി, ഗുജറാത്തിലെ കുത്തുബുദ്ദീനെ നടത്തുന്ന UDF ഇവിടെ മത്സരിക്കും. UDFിൽ നിന്നും വിജയിച്ച മുഴുവൻ സ്ഥാനാർത്ഥികളും സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള UPAക്ക് വേണ്ടി വോട്ട് ചെയ്യും. വളരെ ഒറ്റക്കെട്ടായി ബഹുമാന്യനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ അതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ടാണ്, അവർ നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതികൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാനിവിടെ എത്തുമ്പോൾ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന AGC ബഷീർ സൂചിപ്പിച്ച ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ മുന്നിൽ വെച്ചാണ് ഞങ്ങൾ ഇക്കുറി വോട്ട് ചോദിക്കുന്നത്. നിങ്ങൾക്കറിയാം, മുസ്ലിം ലീഗ് ബൈത്തുർ റഹ്മ പോലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് പാവപ്പെട്ടവനെ ജാതിമതഭേദമന്യേ സഹായിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി രാധയെ പോലുള്ള ആളുകളുടെ, അല്ലെങ്കിൽ രാധയെ പോലുള്ള ആളുകളുടെ ഭർത്താവായിട്ടുള്ള നമ്മുടെ ചന്ദ്രശേഖരനെ പോലുള്ള, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായി നീങ്ങുന്നവരെ നിഷ്കാസനം ചെയ്യുന്ന പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി എങ്കിൽ, അതേപോലെ തന്നെ ഗുജറാത്തിലും ഈ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെല്ലാം വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന BJP പോലുള്ള ഫാസിസ്റ്റ് ശക്തികളെങ്കിൽ, നിങ്ങൾക്കറിയാം മലപ്പുറം പോലുള്ള ജില്ലകളിൽ രാധയെ പോലുള്ള ആളുകൾ, ഈയിടെ ഒരു പത്രവാർത്ത വന്നു, ഒരു രമ ഒരു മെമ്മോറാണ്ടവുമായി കളക്ടറെടുത്ത് പോയി ഒരു വീടിന് വേണ്ടിയിട്ട്. വളരെ കാലമായിട്ട് വീടില്ല, സ്ഥലമില്ല, വീട് കൊടുക്കാൻ ആളില്ല, സഹായിക്കാൻ ആളില്ല, സർക്കാരിന്റെ പദ്ധതികളൊന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രമ കളക്ടർക്ക് ഒരു പരാതി കൊടുത്തപ്പോ കളക്ടർ അത് ഫോർവേഡ് ചെയ്തത് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായിട്ടുള്ള സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കാണ്. ബൈത്തുർ റഹ്മയിൽ നിന്ന് അങ്ങക്ക് ഒരു വീട് കൊടുക്കാമോ എന്നതായിരുന്നു കളക്ടറുടെ ചോദ്യം. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി കൊടുക്കുന്ന ബൈത്തുർ റഹ്മ ഭവന നിർമ്മാണ പദ്ധതി, പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിലുള്ള ബൈത്തുർ റഹ്മ പദ്ധതിയിൽ നിന്നൊരു വീട് രമക്ക് അലോട്ട് ചെയ്തു.